ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ തന്നെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയത് ഇസ്രായേലാണ്. യാസർ അറഫാത്തിൻ്റെ ഫത്താഹ് പാർട്ടിയെ പരിക്ഷീണിപ്പിക്കാൻ ഇസ്രായേൽ ബോധപൂർവം വളർത്തിയ ഒരു സംഘടനയാണ് വാസ്തവത്തിൽ ഹമാസ്. അപ്പോൾ സിറിയയിൽ STS അല്ലാത്ത എല്ലാവരും ഇപ്പോൾ ഭീതിയിലാണ്. പെട്ടെന്ന് ഫോറിൻ ഫൈറ്റേഴ്സ്, അമേരിക്കൻ മാധ്യമങ്ങളുടെ, പാശ്ചാത്യ മാധ്യമങ്ങളുടെ സ്വഭാവം തന്നെ മാറി. ഇപ്പോൾ ചൈന ഒരു നാറ്റോ പോലെ ഒരു സഖ്യമുണ്ടാക്കി മെക്സിക്കോയെ അല്ലെങ്കിൽ ക്യൂബയെ നാറ്റോയിൽ ചേർത്താൽ അമേരിക്ക കൈയും കെട്ടി നോക്കി നോക്കുമോ? വാസ്തവത്തിൽ പലസ്തീൻ പ്രശ്നം ഒരു മുസ്ലിം മതപ്രശ്നം, ഇസ്ലാമിൻ്റെ മതപ്രശ്നമോ ഒരു ജൂതമത പ്രശ്നമോ അല്ല. പലസ്തീൻ പ്രശ്നം വാസ്തവത്തിൽ ഒരു ഭൂപ്രശ്നമാണ്. ഈ യുദ്ധം ഏത് സമയം പൊട്ടിപ്പുറപ്പെടാവുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കലാശിക്കുമോ എന്ന് ചോദിച്ചാൽ ആദരണീയരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ലോകയുദ്ധമല്ല, ലോകം പക്ഷേ യുദ്ധത്തിലാണ് എന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ അരമണിക്കൂറിനുള്ളിൽ അവതരിപ്പിക്കുക എന്നത് മറ്റൊരു യുദ്ധമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാമെന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി ഞാനും എൻ്റെ പങ്കാളിയും മകനും കൂടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവൻ ചോദിച്ചു, തിരുവനന്തപുരത്ത് നല്ല പിസ്സ കിട്ടുന്ന സ്ഥലമുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടാവും. അവനുൾപ്പെടെയുള്ളവരൊക്കെ ആൽഫ ജനറേഷനാണ്, 2012-13 ശേഷം ജനിച്ചവരൊക്കെ. അത് നമുക്ക് നോക്കാം. രാവിലെയൊക്കെ വെജിറ്റേറിയനായ ഇടയ്ക്കൊരു പിസ്സ, ആ പിസ്സ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏതാനും വർഷം മുമ്പ്, 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, സ്ലൊവേനിയൻ ചിന്തകനായ സ്ലൊവാച്ച് സിസക്കിൻ്റെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തെപ്പറ്റി ഒരു പ്രബന്ധം വായിച്ചു തോർത്തു. സിസക്കിനെ വായിച്ചവർക്കറിയാം, അദ്ദേഹം നല്ല നല്ല അനക്ഡോട്ട്സ്, തമാശകൾ അദ്ദേഹത്തിൻ്റെ ഗഹനമായ രചനകൾക്കുള്ളിൽ, നിരീക്ഷണങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ പ്രബന്ധങ്ങൾക്കുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്ന സ്വഭാവക്കാരനാണ്. അന്ന് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് ആദ്യം നടക്കുന്ന ഒരു ആക്രമണമാണ്. അന്നല്ല, അതിന് തൊട്ട് 1 വർഷം മുമ്പാണ് ഈ ലേഖനം സിസക്ക് എഴുതിയത്. അപ്പോൾ അതിൽ സിസക്ക് പറയുന്നത് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് പറയാണ്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ പലപാട് ചർച്ചകളിൽ ഭാഗഭാക്കായിരുന്ന ഒരു പലസ്തീനിയൻ പാർട്ടിസിപ്പൻറ്റ്, പലസ്തീനിയൻ പ്രതിനിധി സിസക്കിനോട് പറയുന്നത്, ഞങ്ങളുടെ ചർച്ചകൾ ഏതാണ്ട് ഈ മട്ടിലായിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം ഏതാണ്ട് ഈ മട്ടിലാണ്. ഒരു മേശ, ഒരു ടേബിൾ, അതിൻ്റെ മധ്യഭാഗത്ത് ഒരു പിസ്സ, ഇരുഭാഗത്തും പലസ്തീനിയൻ പ്രതിനിധികളും ഇസ്രായേൽ പ്രതിനിധികളും. ഒരു ഭാഗത്ത് പലസ്തീനിയൻ റെപ്രസെൻറ്റേറ്റീവ്സ്, മറുഭാഗത്ത്
ഇസ്രായേൽ റെപ്രസെൻറ്റേറ്റീവ്സ്. ഈ പിസ്സ എങ്ങനെ ഭാഗിക്കണം, എങ്ങനെ പകുക്കണം എന്നതാണ് ചർച്ചാ വിഷയം. സിസക്ക് തുടരുന്നു. സിസക്ക് പറയുകയാണ്, ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിസ്സയുടെ ഏതാനും ഭാഗം മറുഭാഗം തിന്നു കഴിഞ്ഞിരുന്നു, ഇസ്രായേൽ ഭാഗം. ചർച്ച പുരോഗമിക്കും തോറും പിസ്സ എങ്ങനെ ഭാഗിക്കണം, എങ്ങനെ പകുക്കണം എന്നതിനെ പറ്റിയാണ്. ചർച്ച പുരോഗമിക്കും തോറും മറുഭാഗം, ഇസ്രായേൽ ഭാഗം പിസ്സ തിന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറെക്കുറെ ശരിയാണ്. കാരണം 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ സയണിസം, 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ സയണിസം എന്ന പ്രത്യയശാസ്ത്രം രൂപപ്പെടുകയും, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. 1948 മെയ് മാസത്തിൽ ഇസ്രായേൽ എന്ന നവരാഷ്ട്രം രൂപവൽക്കരിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രഥമ പാദത്തിലുമായി തന്നെ യൂറോപ്പിലെ സമ്പന്നരായ ജൂതന്മാർ ഓട്ടോമൻ പലസ്തീൻ എന്ന് അക്കാലത്ത് അറിയപ്പെടുന്ന പലസ്തീൻ ഭൂഭാഗത്തിലെ പല പ്രദേശങ്ങളും വില കൊടുത്ത് വാങ്ങി കിബൂത്സിലാണല്ലോ 2023 ഒക്ടോബർ 7 ഒരു കിബൂത്സിലാണ് ഒരു പ്രത്യേക ജൂത ഗ്രാമങ്ങളെയാണ് കിബൂത്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കുറേ കിബൂത്സുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. 1947 UN രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതിനു മുമ്പ് ബാൽഫോർ പ്രഖ്യാപനം വരുന്നുണ്ട്. പലസ്തീൻ ഇങ്ങനെ ബ്രിട്ടൻ പ്രഖ്യാപനം നടത്തുന്നുണ്ട്, യഹൂദർക്ക് വേണ്ടി മാത്രം ഒരു രാഷ്ട്രം സ്ഥാപിക്കും എന്നൊക്കെയുള്ള, അതിലേക്കും കടക്കുന്നില്ല. 1947 ഐക്യരാഷ്ട്ര സംഘടന ഈ ഓട്ടോമൻ പലസ്തീനെ എങ്ങനെ ഭാഗിച്ച് പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രവും ജെറൂസലേം എന്ന അന്താരാഷ്ട്ര ട്രസ്റ്റിഷിപ്പ് ഉള്ള പ്രദേശവും അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രവും ഉണ്ടാക്കണമെന്ന് ഒരു പ്ലാൻ, UN പ്ലാൻ ഉണ്ടായിരുന്നു. ആ UN പ്ലാൻ അനുസരിച്ച് ഹിസ്റ്റോറിക്കൽ പലസ്തീൻ അല്ലെങ്കിൽ ഓട്ടോമൻ പലസ്തീൻ എന്ന് അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന, മുൻപ് തുർക്കിയുടെ ഭാഗമായിരുന്ന, തുർക്കി ഒന്നാം ലോക യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ മാൻഡേറ്റഡ് ഭൂപ്രദേശമായി മാറിയ, അതിനെ ഭാഗിച്ചത് UN പ്ലാൻ അനുസരിച്ച് ഭാഗിച്ചത് തന്നെ 55% ഓട്ടോമൻ പലസ്തീൻ ഇസ്രായേലിനും, ഇസ്രായേൽ എന്ന പ്രദേശത്തിന് പുതിയ രാജ്യത്തിനും, 45% പലസ്തീനുമായിരുന്നു. അങ്ങനെ ആ 45% ഭൂപ്രദേശത്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് പലസ്തീൻ, ബാക്കി 55% ഭൂപ്രദേശത്ത് ഒരു പുതിയ ജൂത രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്രായേൽ. ജെറൂസലേം ഒരു സ്വതന്ത്ര അസ്തിത്വമായി തുടരുമെന്നായിരുന്നു അന്ന് ധാരണ, ട്രസ്റ്റിഷിപ്പിൻ്റെ കീഴിൽ. അപ്പോൾ 1948 മെയ് 14 ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനം ബെൻ ഗുറിയോൺ നടത്തിയതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അറബ് രാജ്യങ്ങൾ, ഈജിപ്ത്, സിറിയ, ട്രാൻസ്ജോർഡാൻ, ഇറാഖ് തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഇസ്രായേൽ അമേരിക്കൻ സഹായത്തോടെ അത് ചെറുക്കുന്നു, അവരെ തോൽപ്പിക്കുന്നു. അങ്ങനെ 55% തന്നെ UN, അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്, UN പ്രമേയം അനുസരിച്ച്, UN പ്ലാൻ അനുസരിച്ച് 55% സ്ഥലം തന്നെ ഇസ്രായേലിന് കൊടുക്കേണ്ടിയിരുന്നോ? ഇസ്രായേൽ എന്ന അന്ന് ഈ ഓട്ടോമൻ പലസ്തീനിലെ 95% അറബികളാണ്, 5% ജൂതന്മാരാണ്. 95% അറബികൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുക അറബികളെന്ന് പറഞ്ഞാൽ എല്ലാവരും മുസ്ലിങ്ങളാണെന്ന്. അറബികളെന്ന് പറഞ്ഞാൽ അതിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ്, അറബ് ക്രിസ്ത്യൻസുമുണ്ട്. അറബ് ക്രിസ്ത്യാനികൾ പലസ്തീൻ ലിബറേഷൻ മൂവ്മെൻറ്റിൻ്റെ യാസർ അറഫാത്തിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന തലമുതിർന്ന നേതാക്കളിൽ ജോർജ് ഹബാഷ് പോലുള്ള ഒന്നാന്തരം വിപ്ലവകാരികളായ അദ്ദേഹം പിന്നീട് പലസ്തീനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി,
ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പലസ്തീൻ ഭൂപ്രദേശങ്ങൾ ചേർത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പലസ്തീൻ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചവർ പി എൽ ഒയിലുണ്ടായിരുന്നു. അതുപോലെ പി എൽ ഒ എന്ന് പറഞ്ഞാൽ ഒരു സെക്യുലർ നാഷണൽ മൂവ്മെൻ്റ് ആയിരുന്നു, സെക്യുലർ ആയിരുന്നു. അപ്പോൾ പലസ്തീനിയൻ ക്രിസ്ത്യൻസ് ഉണ്ട്, പലസ്തീനിയൻ മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ഇത് പലസ്തീൻ പ്രശ്നം എല്ലാവരുടെയും കണ്ണിൽ എന്തോ ഒരു മുസ്ലിം പ്രശ്നമാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. വാസ്തവത്തിൽ പലസ്തീൻ പ്രശ്നം ഒരു മുസ്ലിം മതപ്രശ്നം, ഇസ്ലാമിൻ്റെ മതപ്രശ്നമോ ഒരു ജൂതമത പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ക്രിസ്തു മത അനുയായികളുടെ പ്രശ്നമോ അല്ല. പലസ്തീൻ പ്രശ്നം വാസ്തവത്തിൽ ഒരു ഭൂപ്രശ്നമാണ്, ഭൂമി പ്രശ്നമാണ്. ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ജനങ്ങളുടെ വേവലാതിയാണ്, അവരുടെ പ്രശ്നമാണ്, അവരുടെ സമസ്യയാണത്. അതിൽ പലസ്തീനിയൻ മുസ്ലിങ്ങൾ മാത്രമല്ല, അറബ് മുസ്ലിംസ് മാത്രമല്ല, അറബ് ക്രിസ്ത്യാനികളുടെ എഡ്വേർഡ് സെയ്ദ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നു. ഓസ്ലോ ഉടമ്പടിയെപ്പോലും അംഗീകരിക്കാതിരുന്ന പ്രശസ്ത ചിന്തകനായിരുന്നു എഡ്വേർഡ് സെയ്ദ്. 1993 ഓസ്ലോ ഉടമ്പടി. അപ്പോൾ ഈ സിസക്കിൻ്റെ പിസ്സയുടെ ആ ഒരു ഉപമ, ഈ 48 യുദ്ധത്തിൽ 55% ഭൂപ്രദേശം കിട്ടിയതിൽ നിന്ന് ഏതാണ്ട് 20% കൂടി പിടിച്ചെടുത്തു ഇസ്രായേൽ. 75% ഇസ്രായേലിൻ്റെ കൈവശം വന്നു ചേർന്നു. ഏതാണ്ട് 7-8 ലക്ഷം പലസ്തീൻകാരെ അവിടെ നിന്ന് ഹിംസാത്മകമായി പുറത്താക്കി. അവരുടെ ഗ്രാമങ്ങൾ തകർത്തു, കത്തിച്ചു, അവരുടെ വീടുകൾ തകർത്തു. പല പലസ്തീൻകാരും, ആയിരക്കണക്കിന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പലരും വീടിൻ്റെ താക്കോലുമായിട്ടാണ് പോയത്. അവർ തിരിച്ചു വരും, ഇത് അവസാനിക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജന്മഗ്രാമത്തിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതി ലെബനനിലേക്കും ജോർദാനിലേക്കും ഒക്കെ പലായനം ചെയ്ത ആൾക്കാരുടെ പിൻതലമുറകളാണ് ഇപ്പോൾ ഉള്ള ആളുകൾ. അങ്ങനെ ആ പിസ്സ UN തന്നെ ഏതാണ്ട് 55% കൊടുത്തു കഴിഞ്ഞു. ആ UN കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കുറേ ഭൂഭാഗങ്ങൾ വാങ്ങിക്കൂട്ടി. 56 യുദ്ധം ഞാൻ പറയുന്നില്ല, 56 മറ്റൊരു യുദ്ധമുണ്ട്. 67 6 ദിന യുദ്ധത്തിൽ 6 Day War എന്ന് പറയും. 6 ദിന യുദ്ധത്തിൽ ഇപ്പോഴുള്ള മുഴുവൻ ഓട്ടോമൻ പലസ്തീനും, അപ്പോൾ 48 യുദ്ധത്തിൽ ഈജിപ്ത്, സിനായ് പെനിൻസുല, അതുപോലെ ഗാസ മുനമ്പ് അവരുടെ കയ്യിലായി. അതുപോലെ ജോർദാൻ്റെ കീഴിലായി കൈവശമായിരുന്നു വെസ്റ്റ് ബാങ്ക്. അതുപോലെ സിറിയയുടെ ഗൊലാൻ ഹൈറ്റ്സ്, അത് സിറിയയുടെ ഭാഗമായിരുന്നു, ഇന്നും സിറിയയുടെ ഭാഗമാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച്. അതൊക്കെ 67 യുദ്ധത്തിൽ പിടിച്ചെടുത്തു. ഇപ്പോൾ ഗാസ ഭരിക്കുന്നത് ഹമാസാണ്, അല്ലെങ്കിൽ ഭരിച്ചിരുന്നത് ഹമാസാണ്, വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത് ഫത്തയാണ് എന്നൊക്കെ പറയാമെങ്കിലും ആത്യന്തികമായി സൈനിക, വിദേശകാര്യ, മർമ്മപ്രധാനമായ നിയന്ത്രണം കടൽ വഴിയും കര വഴിയും ആകാശം വഴിയും ഇസ്രായേലിനാണ്. അപ്പോൾ 67 യുദ്ധത്തോടെ തന്നെ പരിപൂർണമായും പലസ്തീൻ എന്ന ഭൂപ്രദേശം, ആ ഓട്ടോമൻ പലസ്തീൻ അക്ഷരാർത്ഥത്തിൽ ഡീഫാക്റ്റോ ആയിട്ട് ഇസ്രായേലിൻ്റെ കൈവശമാണ്, അല്ലെങ്കിൽ അധിനിവേശ സ്ഥലമാണ്. അപ്പോൾ ദ റൂട്ട് കോസ് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൻ്റെ, ഇപ്പോൾ സ്റ്റാൻലി ജോണിയുടെ ഇന്നലെ ഞാനൊരു പുസ്തകം വാങ്ങിയിരുന്നു, ഹിന്ദുവിൽ എഡിറ്റോറിയലായിട്ട് വന്ന എഡിറ്റോറിയലിൻ്റെ തലക്കെട്ടാണ് ഒറിജിനൽ സിൻ, ആദിമ തിന്മ, അല്ലെങ്കിൽ ആദ്യത്തെ ഒറിജിനൽ സിൻ, തിന്മ എന്താണ്? അധിനിവേശമാണ്, ഒക്യുപ്പേഷനാണ്. പലസ്തീൻ എന്ന ഭൂപ്രദേശത്തിൻ്റെ ഒക്യുപ്പേഷൻ ലോക ചരിത്രത്തിൽ ഏറ്റവും നീണ്ടു നിന്ന ഒക്യുപ്പേഷനാണ് വാസ്തവത്തിൽ പലസ്തീൻ്റെ ഒക്യുപ്പേഷൻ. അത് മതപ്രശ്നമല്ല. നമ്മളിപ്പം ചർച്ച ചെയ്ത് അത് മതപ്രശ്നമാക്കി മാറ്റി അല്ല, നമ്മളല്ല അതിനെ കാര്യഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നവരെ ആ മതപ്രശ്നമായല്ല കാണുന്നത്. അത് ഒരു ഭൂഭാഗത്തെ ജനങ്ങളെ ഹിംസാത്മകമായി രണോത്സുകമായി പുറത്താക്കിയതിൻ്റെയും അകറ്റിയതിൻ്റെയും പിന്നീട് അവർക്ക് കിട്ടിയ ആ 45% ഭൂഭാഗം പോലും പൂർണ്ണമായി അധിനിവേശം ചെയ്ത് അടക്കിയതിൻ്റെയും
ഒരു ഹിംസാത്മക അധിനിവേശത്തിൻ്റെ അതാണ് ഒറിജിനൽ സിൻ. അപ്പോൾ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണെന്ന് വെച്ചാൽ ഈ ഒറിജിനൽ സിൻ എന്ന് പറയുന്ന ഇപ്പോൾ 47-48 കാലത്ത് പലസ്തീൻ്റെ ഭൂപടം നിങ്ങൾ എടുത്തു നോക്കൂ. 67 യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ള ഭൂപടം എടുത്തു നോക്കൂ. ഇപ്പോഴുള്ള ഭൂപടം എടുത്തു നോക്കൂ. ഒരു തുണിക്കഷ്ണം കീറി വെട്ടിമുറിച്ച് അതിലൊന്നോ രണ്ടോ ബിന്ദുക്കൾ മാത്രമാണ് ഇപ്പോൾ പലസ്തീൻകാർ എന്നറിയപ്പെടുന്ന അറബികൾ എന്ന് പറയുമ്പോൾ ഒക്കെ മുസ്ലിമാണ് എന്നുള്ള തെറ്റിദ്ധാരണ നീക്കേണ്ടതുപോലെ സിറിയയുടെ കാര്യത്തിലും, സിറിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഇന്ത്യയിലുള്ളതുപോലെ ഒരുപാട് മതവിഭാഗങ്ങൾ, ജനവിഭാഗങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ 2023 ഒക്ടോബർ 7 ഹമാസ് അതുപോലെ ഇസ്ലാമിക് ജിഹാദും സംയുക്തമായി ഇസ്രായേൽ അതിർത്തി കടന്ന് ഒരു കിബൂത്സിലെ, അതിർത്തിയോട് തൊട്ടടുത്ത കിബൂത്സിലെ 1200 പേരെ, അതിൽ മഹാഭൂരിഭാഗവും സിവിലിയൻസ് ആയിരുന്നു. അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, വിവാഹിതരുണ്ട്, അവിവാഹിതരുണ്ട്, വൃദ്ധരുണ്ട്, വധിക്കുകയും 250 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ബന്ദിയാക്കുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും അങ്ങേയറ്റം അപലപനീയമായ, അങ്ങേയറ്റം ക്രൗര്യമാർന്ന സംഭവമാണെന്ന് സമ്മതിച്ചേ പറ്റൂ. കാരണം ഹമാസ് രൂപീകരിക്കപ്പെട്ടത് 1987 ഹമാസിന് ഗാസയുടെ ഭരണം കിട്ടുന്നത് 2006-2007 കാലഘട്ടത്തിലാണ്. ഹമാസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇന്ന് ഉള്ള വെസ്റ്റ് ബാങ്കും ഗാസയും മാത്രമല്ല, ഇസ്രായേൽ കൂടി ഉൾപ്പെടുന്ന ഒരു ഗ്രേറ്റർ പലസ്തീനാണ്. അവിടെ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഹമാസിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്ന ലിക്വിഡ് പാർട്ടിയും തീവ്ര വലതുപക്ഷ യഹൂദ പാർട്ടികളും ചേർന്ന് ഭരിക്കുന്ന ആ പാർട്ടികളുടെ ഒക്കെ ലക്ഷ്യം മെഡിറ്ററേനിയൻ കടൽ മുതൽ ജോർദാൻ നദി വരെയുള്ള ആ മൊത്തം സ്ഥലം ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ്. രണ്ടുപേരുടെ രണ്ടുപേരുടെ ആവശ്യങ്ങളിലും വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഹമാസ് ആക്രമിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൃശംസമായ ആക്രമണമാണ്. പക്ഷേ ഇസ്രായേൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനെന്ന പേരിൽ നടത്തിയത് കലക്റ്റീവ് പണിഷ്മെൻറ്റാണ്. ഗാസയിൽ 2.3 ദശലക്ഷം ജനങ്ങൾ വസിക്കുന്നുണ്ട്. അപ്പോൾ ഹമാസ് ഗാസയിലാണുള്ളത്. ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ തന്നെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയത് ഇസ്രായേലാണ്. 1970-കളിലും 80-കളിലും ഹമാസ് ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിക് സെൻറ്റർ എന്ന പേരിൽ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ സെൻറ്ററിനെ വളർത്തിയത്, പ്രോത്സാഹിപ്പിച്ചത് ഫത്താ പാർട്ടിയെ, PLOയുടെ യാസർ അറഫാത്തിൻ്റെ ഫത്താ പാർട്ടിയെ പരിക്ഷീണിപ്പിക്കാൻ ഇസ്രായേൽ ബോധപൂർവം വളർത്തിയ ഒരു സംഘടനയാണ് വാസ്തവത്തിൽ ഹമാസ്. അപ്പോൾ ഇങ്ങനെ ബാധിച്ചപ്പോൾ അവിടെ സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യുകയാണ് കുട്ടികൾ. ഇപ്പോൾ 46,000-47,000 ആളുകൾ പലസ്തീനിയൻ ഈ ഗാസ മുനമ്പിലും കുറച്ച് വെസ്റ്റ് ബാങ്കിലുമൊക്കെ ആയിട്ട് 47,000 കുട്ടികൾ സിവിലിയൻസാണ് വധിക്കപ്പെട്ടത്. നിഷ്ഠുരമായ ബോംബാക്രമണം, ദഹിയ ഡോക്ട്രിൻ എന്നാണ് അതിന് പറയാം. ഇപ്പോൾ ലെബനനിൽ ഈ ഹിസ്ബുള്ളയെ 2006 ഹിസ്ബുള്ള കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ദഹിയ എന്ന് പറയുന്ന ബെയ്റൂത്തിനടുത്തുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്തെ മുഴുവൻ നിരപ്പാക്കി, ഗ്രാമാന്തരങ്ങൾ കാർബറ്റ് ബോംബിങ് നടത്തി. അപ്പം പറഞ്ഞ സിവിലിയന്മാർ, ഞങ്ങൾക്ക് സിവിലിയൻ വില്ലേജസ്, സിവിലിയൻ ഒന്നില്ല, എല്ലാം ഞങ്ങൾക്ക് മിലിറ്ററി ബേസാണ്. ഹിസ്ബുള്ളയുടെ മിലിറ്ററി ബേസാണ് എല്ലാ സിവിലിയൻ കേന്ദ്രങ്ങളും. അതുപോലെയാണ് ഈ സിവിലിയൻ ഭൂപ്രദേശങ്ങളെ ഇപ്പോൾ ഗാസയിൽ നടത്തുന്നത്. നതാലി മുൻ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ, നിങ്ങൾ ഏത് സിവിലിയൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാ ചോദിച്ചത്. പണ്ടേ ഇസ്രായേലുകാർ, സയനിസ്റ്റുകൾ പറയുന്നത്
ജനങ്ങളില്ലാത്ത ഭൂഭാഗം, ഭൂഭാഗമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി എന്ന മുദ്രാവാക്യമായിരുന്നു. ജനങ്ങളില്ലാത്ത ഭൂഭാഗം ഏതാണ്? ഈ പലസ്തീൻ ഭൂഭാഗമാണ്. ജനങ്ങളില്ല പോലും. ജനങ്ങൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 5 ലക്ഷം ജനങ്ങൾ അവിടെയുണ്ട്. 1947 ആകുമ്പം അതൊരു 2 ദശലക്ഷമായി. അതിൽ നിന്ന് 10 ലക്ഷത്തോളം 7 ലക്ഷത്തോളം ആൾക്കാരെ ആട്ടിപ്പുറത്താക്കി. അപ്പോൾ ഇത് ജപ്പാൻ 2-ാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ബോംബിട്ടപ്പോൾ there were no civilians in Japan എന്നായിരുന്നു പറഞ്ഞത്. there were no civilians in Japan. സിവിലിയൻസിനല്ലേ ബോംബിട്ട് തകർത്തത്. അപ്പോൾ ഞാൻ ആ ഒറിജിനൽ സിൻ എന്താണോ, അല്ലെങ്കിൽ ദ്വിരാഷ്ട്ര പരിഹാരം പോലും ഓസ്ലോ ഉടമ്പടി ആകുമ്പോഴത്തേക്കും പലസ്തീന് UN പ്ലാൻ അനുസരിച്ച് നൽകിയിരുന്ന 23% ഭൂപ്രദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഓസ്ലോ ഉടമ്പടിയിൽ അതൃപ്തരായിരുന്നു ഹമാസൊക്കെ. പിന്നെ ഈ പലസ്തീനിയൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ആ ഇൻഡിപെൻഡൻസ് പോലും നേടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് പിന്നീട് ഹമാസിന് ഉത്തരോത്തരം വളർച്ചയുണ്ടാകുന്നതും ഇതാക്കുന്നതും. അപ്പോൾ ഈ സിവിലിയൻസിനെ ഇസ്രായേൽ ഇപ്പോൾ വധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സിവിലിയൻസിനെ തന്നെയാണ് ഉസാമ ബിൻ ലാദനും ഹമാസ് സിവിലിയൻ പോപ്പുലേഷൻസിനെ ടാർഗറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പലസ്തീൻ അടിസ്ഥാനപരമായി ഒരു മതപ്രശ്നമല്ല, അതൊരു ഭൂപ്രശ്നമാണ്, മതനിരപേക്ഷ പ്രശ്നമാണ്. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മതനിരപേക്ഷ ദേശീയ സമര പോരാട്ട മുന്നണിയായിരുന്നു. അതുപോലെ യുക്രൈൻ, റഷ്യ, ഞാൻ ആ ഭാഗത്ത് പഠിച്ചിരുന്നത് കൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാം. യുക്രൈനിൽ 2022 ഫെബ്രുവരി 22-നാണ് യുക്രൈനിൽ റഷ്യ എന്ത് പറയുന്നത്, സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്ന പേരിൽ യുദ്ധം തന്നെ തുടങ്ങുന്നു. സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ. ഇപ്പോൾ അമേരിക്ക, ഇപ്പോൾ സിറിയയിലല്ലേ യുക്രൈനിൽ, ഇപ്പോൾ സിറിയയിൽ ഇതുവരെ BBC-യും അമേരിക്കയുടെ മാധ്യമങ്ങളും ഒക്കെ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന HTS എന്ന സംഘടനയെ, ആ സംഘടന എന്തായിരുന്നു, ഇദ്ലിബ് ഭരിച്ചിരുന്ന തുർക്കിയുടെ ലിറ എന്ന കറൻസി അവരുടെ കറൻസി ആക്കിയിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദി എന്ന IS തലവൻ സിറിയയിലേക്ക് വിട്ട അഹമ്മദ് അൽ ഷാറ എന്നറിയപ്പെടുന്ന സൗദിക്കാരനായ, എന്നാൽ ഡമാസ്കസിൻ്റെ പ്രാന്തപ്രദേശത്ത് ബാല്യകാലം ചെലവഴിച്ച സൗദി. അപ്പോൾ ഈ STS എന്ന് പറയുന്ന അമേരിക്ക ഉൾപ്പെടെ ഇപ്പോഴും ഭീകരവാദ സംഘടനയായി ചിത്രീകരിക്കുന്ന ആ സംഘടന BBC അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഫോറിൻ ജിഹാദിസ്റ്റുകളുടെ കൂട്ടം എന്നായിരുന്നു വിളിച്ചത്. അപ്പോൾ ഈയിടെ ഏതാനും 10 ദിവസം BBC-യിൽ വന്ന ഒരു വാർത്തയിൽ ഇതാണ് പറയുന്നത്, അഹമ്മദ് അൽ ഷാറ അദ്ദേഹത്തിൻ്റെ ഉന്നതാധികാര മന്ത്രിസഭ പോലെ സമിതി രൂപീകരിച്ചു. അതിൽ വലിയൊരു ഭാഗം ഫോറിൻ ജിഹാദിസ്റ്റുകളാണ്. പക്ഷേ ആ വാർത്തയിൽ ഇടക്കിടക്ക് ഫോറിൻ ജിഹാദിസ്റ്റുകളെ ഫോറിൻ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ സിറിയ ഭരിക്കുന്നത് ആരാണ്? നോൺ സിറിയൻസാണ്. ഇപ്പോഴത്തെ ഭരണാധികാരികൾ നോൺ സിറിയൻസ്. അഹമ്മദ് അൽ ഷാറ അടക്കം സൗദി അറേബ്യക്കാരനാണ്. അതിൽ ഈ സിറിയൻ ഭരണസമിതിയിൽ ചൈനീസ് ഉയ്ഗൂർ മുസ്ലിംസ് ഉണ്ട്, ചെച്ചിൻസ് ഉണ്ട്, ജോർദാനിയൻസ് ഉണ്ട്, യമനീസ് ഉണ്ട്. ഇവരൊക്കെയാണ് കോർ ഫോറിൻ ജിഹാദികൾ. തുർക്കി വംശജരുണ്ട്. അപ്പോൾ സിറിയയിൽ വാസ്തവത്തിൽ ഇപ്പോഴുള്ളത് വടക്ക് കിഴക്കൻ സിറിയ, അത് ഡെമോക്രാറ്റിക് ഓട്ടോണമസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോർത്ത് ഈസ്റ്റ് സിറിയ, ജനാധിപത്യം, ലിംഗസമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം ഒക്കെ ഉള്ള ഡെയിൻസ് എന്ന് അറിയപ്പെടുന്ന സിറിയയുടെ ഒരു ഭാഗം. അതിനെതിരെ ഐസിസ്, തുർക്കി ഒക്കെ അത് പിടിച്ചെടുക്കാനുള്ള യുദ്ധത്തിലാണ്. അതുപോലെ തുർക്കി നിയന്ത്രിത സായുധ സേനകളുടെ അധീനതയുള്ള സിറിയൻ പ്രദേശങ്ങൾ, അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സായുധ സംഘങ്ങളുടെ അധീനതയുള്ള പ്രദേശങ്ങൾ, മെഡിറ്ററേനിയൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന അലവി ഷിയ ഭൂരിപക്ഷത്തിൻ്റെ, അസദിൻ്റെ ഒക്കെ അലവി ഷിയ വിഭാഗത്തിൽപ്പെടുന്നവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങൾ ചിതറിക്കിടക്കുകയാണ്.
അപ്പോൾ സിറിയയിൽ STS അല്ലാത്ത എല്ലാവരും ഇപ്പോൾ ഭീതിയിലാണ്. അപ്പോൾ സിറിയ പെട്ടെന്ന് ഫോറിൻ ഫൈറ്റേഴ്സ്, അമേരിക്കൻ മാധ്യമങ്ങളുടെ, പാശ്ചാത്യ മാധ്യമങ്ങളുടെ സ്വഭാവം തന്നെ മാറി. ഇപ്പോൾ ക്ലസ്റ്റർ ബോംബ്സ് യുക്രൈന്, ക്ലസ്റ്റർ ബോംബ്സ് അമേരിക്ക വിതരണം ചെയ്തപ്പോൾ ക്ലസ്റ്റർ ബോംബ്സ് എന്നല്ല, ലീതൽ എയ്ഡ് എന്നാണ്. ലീതൽ എയ്ഡ്. ഫോറിൻ ഫൈറ്റേഴ്സ് ആയ ഫോറിൻ ജിഹാദിസ്റ്റുകൾ, ഫോറിൻ ഫൈറ്റേഴ്സ് ഞൊടിയിടയിൽ ആയ മാതിരി ക്ലസ്റ്റർ ബോംബ്സിന് ഇവർ ലീതൽ എയ്ഡ്. അതുപോലെ ടോർച്ചറിന് അമേരിക്കൻ മാധ്യമങ്ങൾ, അമേരിക്കൻ പക്ഷമാധ്യമങ്ങൾ എൻഹാൻസ്ഡ് ഇൻ്ററോഗേഷൻ എന്ന വിഷയം, ടോർച്ചർ, എൻഹാൻസ്ഡ് ഇൻ്ററോഗേഷൻ. റഷ്യയിൽ കുറേ അതിസമ്പന്നർ 91 ശേഷം ബില്യണേഴ്സ് ഉണ്ടായി. അവരൊക്കെ മാധ്യമങ്ങൾ, നമ്മുടെ ഒളിഗാർക്സ് എന്നാണ് വിളിക്കുക. അതേസമയം ഇലോൺ മസ്കിനെയും മറ്റുള്ളവരെയൊക്കെ നമ്മൾ ബിസിനസ്മാൻ, അമേരിക്കൻ മാധ്യമങ്ങൾ അവരൊക്കെ റിച്ച് ബിസിനസ്മാൻ, ഒളിഗാർക്സ് അല്ല. അപ്പോൾ പ്രൊപ്പഗണ്ടയിൽ തന്നെ ഈ ഭാഷാ പ്രയോഗത്തിൽ തന്നെയുള്ള ചെറിയ വ്യത്യാസമുണ്ട്. ഫോറിൻ ജിഹാദിസ്റ്റുകൾ ഒറ്റ അടിക്ക് ഫോറിൻ ഫൈറ്റേഴ്സായി. അപ്പോൾ യുക്രൈൻ യുദ്ധം എന്തുകൊണ്ട്? അത് റഷ്യ നടത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്, ശരിയാണ്. പക്ഷേ ഇതിനു മുമ്പ് റഷ്യ ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം, യുക്രൈനെ നാറ്റോയിൽ ചേർക്കരുത്. അപ്പം നാറ്റോ എന്ന 1949 രൂപീകരിക്കപ്പെട്ട നാറ്റോ എന്ന സൈനിക സഖ്യം, സോവിയറ്റ് യൂണിയൻ്റെ ഭീതി കൊണ്ട് മാത്രം രൂപീകരിക്കപ്പെട്ട സഖ്യം, ആ സഖ്യത്തിൻ്റെ പ്രസക്തി തന്നെ 1991 സോവിയറ്റ് യൂണിയൻ എന്ന മഹാരാഷ്ട്രം നിഷ്ക്രമിച്ചപ്പോൾ കഴിഞ്ഞു. വാഴ്സാ സഖ്യം പിരിച്ചുവിട്ടവർ 91 തന്നെ. ആ വാഴ്സാ സഖ്യം പിരിച്ചുവിട്ടപ്പോൾ തന്നെ നാറ്റോ പിരിച്ചുവിടുന്നതിന് പകരം അന്ന് ഗോർബച്ചേവിനും യെൽസിനും ഒക്കെ കൊടുത്ത ഉറപ്പ്, നാറ്റോ ജർമ്മനിയിൽ നിന്ന് 1 ഇഞ്ച് കിഴക്കോട്ടേക്കും പോവില്ല എന്നായിരുന്നു. 1 ഇഞ്ച് പോവില്ല. 1 ഇഞ്ചാണ് പോയത്. 1999 നാറ്റോയുടെ ആദ്യത്തെ വ്യാപനം നടന്നു. 99 അന്ന് ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, ഹംഗറി 3 രാജ്യങ്ങൾ. 2004 നാറ്റോയുടെ മറ്റൊരു മഹാവ്യാപനം നടന്നു. അന്ന് റുമേനിയ, ബൾഗേറിയ, അതുപോലെ തന്നെ സ്ലൊവേനിയ, സ്ലൊവാക്യ, ലിത്വാനിയ, ഈസ്റ്റോണിയ, ലാത്വിയ. അത് കഴിഞ്ഞ് 2009 മറ്റൊരു വിപുലീകരണം നടന്നു. അന്ന് മോണ്ടിനെഗ്രോ, 2017 നോർത്ത് മാസിഡോണിയ, 2020 മറ്റൊരു രാജ്യം, 2023 ഫിൻലാൻഡ്, 2024 സ്വീഡൻ. അപ്പം നാറ്റോയുടെ പ്രസക്തി എന്താണ്? പുടിൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രീമിയ. ഈ പറയുന്ന യുക്രൈനൊക്കെ തന്നെ, ഞാൻ ആ യുക്രൈൻ്റെ ആ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പുടിനും വിശേഷിപ്പിക്കാമല്ലോ. ഫോറിൻ ജിഹാദിസ്റ്റുകൾ ഫോറിൻ ഫൈറ്റേഴ്സ് ആയ പോലെ തങ്ങൾ നടത്തുന്ന യഥാർത്ഥ യുദ്ധത്തെ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്നാണ് പുടിൻ വിളിച്ചത്. അപ്പോൾ പുടിൻ പറഞ്ഞത് ക്രീമിയ 1954 ക്രൂഷ്ചേവ് റഷ്യൻ റിപ്പബ്ലിക്കിൽ നിന്നെടുത്ത് യുക്രൈൻ കൊടുത്തതാണ്. ആ യുക്രൈനൊക്കെ തന്നെ സോവിയറ്റ് പൂർവ്വകാലത്ത് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സാർ ഭരണകാലത്ത് ഏതാണ്ട് 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട് മുതൽ തന്നെ യുക്രൈൻ, കോക്കസസ്, ക്രീമിയ ഒക്കെ തന്നെ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അവിടെ കീവിലും ഒഡേസയിലും മോസ്കോയിലും ഒക്കെ പോയൊരു വ്യക്തിയെന്ന്, അവരൊക്കെ മച്ചുനന്മാർ എന്ന് പറയുന്നതിനേക്കാൾ അധികം ഒരേ കൂട്ടർ തന്നെയാണ് കുറേയൊക്കെ. എന്നാലും ഈ ഒരു യുദ്ധത്തിന് ന്യായീകരണമാവുന്നില്ല. പക്ഷേ 2022 ഡിസംബറിൽ യുക്രൈൻ അതിർത്തിക്ക് സമീപം പടവിന്യാസം നടത്തി ബൈഡന് ഒരു സന്ദേശം പുടിൻ അയച്ചു. ഞങ്ങൾക്ക് ഒരേ ഒരു ഉറപ്പ് കിട്ടിയാൽ മതി, ഈ യുക്രൈനെ നാറ്റോയിൽ ചേർക്കരുത്. ഇപ്പം മെക്സിക്കോയെ, ഇപ്പോൾ ചൈന ഒരു നാറ്റോ പോലെ ഒരു സഖ്യമുണ്ടാക്കി മെക്സിക്കോയെ അല്ലെങ്കിൽ ക്യൂബയെ നാറ്റോയിൽ ചേർത്താൽ അമേരിക്ക കയ്യും കെട്ടി നോക്കി നോക്കുമോ? 1962 സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ കുറേ മിസൈലുകൾ, ആണവ മിസൈലുകൾ സ്ഥാപിച്ചപ്പോൾ വലിയ 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലെത്തിയില്ലേ? അമേരിക്കക്ക് എന്ന് പോവാം. അപ്പോൾ റഷ്യയുടെ അസ്തിത്വത്തിൻ്റെ പ്രശ്നമാണെന്നാണ് പുടിൻ പറയുന്നത്. അതുകൊണ്ട് ഇതും കേട്ടില്ല, ബൈഡൻ കൊട്ടയിലിട്ടു എന്നാണ് നോം ചോംസ്കി, ദി മിത്ത് ഓഫ് അമേരിക്കൻ ഐഡിയലിസം 2024 നോം ചോംസ്കിയും നതാൻ റോബിൻസണും ചേർന്ന് എഴുതിയ ആ പുസ്തകത്തിൽ പറയുന്നത്. കാരണം ആ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു,
നാറ്റോയിൽ യുക്രൈനെ ചേർക്കരുത്, ജോർജിയയെ ചേർക്കും എന്ന് വന്നപ്പോൾ 2008 ജോർജിയക്കെതിരെ ആക്രമണം നടത്തി 2 പ്രവിശ്യകൾ ജോർജിയയിൽ നിന്ന് വിച്ഛേദിച്ചു പുടിൻ. അപ്പം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു രാജവെമ്പാലയെ കൊണ്ടിട്ടിട്ട് അത് മാറ്റരുത്, അതിനെ കൊണ്ടുപോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ല അത് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് നിങ്ങൾ പറയുമോ? അമേരിക്ക പറയുമോ? ക്യൂബയിൽ കൊണ്ടുപോയി ചൈന കുറേ നല്ല ആണവ മിസൈലുകൾ മെക്സിക്കോയുടെ പകുതിയോളം ഇപ്പോൾ അമേരിക്കയിലാണ്. ചരിത്രപരമായി മെക്സിക്കോയുടെ പകുതി അമേരിക്കയിലാണ്. ഓക്കെ, ഈ അമേരിക്ക ആണ് ഈ യുക്രൈൻ എന്ന രാജ്യത്തെ കരുവാക്കിക്കൊണ്ട് നാറ്റോ വേഴ്സസ് റഷ്യ യുദ്ധമാണ് വാസ്തവത്തിൽ അവിടെ നടക്കുന്നത്. ആ യുദ്ധത്തെ ഞാൻ ന്യായീകരിക്കുകയല്ല, യുക്രൈൻ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയല്ല. പക്ഷേ ഇക്കാര്യം നമ്മൾ കാണാതിരുന്നുകൂടാ. ഇപ്പോഴും പുടിന് ഒരു ഉറപ്പ് കിട്ടിയാൽ മതി, യുക്രൈൻ ന്യൂട്രലായി നിൽക്കും. ക്രീമിയ ചിലപ്പം വിട്ടുകൊടുത്തേക്കില്ല, കാരണം അത്രയും തന്ത്രപ്രധാനമായ സ്ഥലമാണ് റഷ്യയെ സംബന്ധിച്ച് ക്രീമിയ. അതിൻ്റെ തന്ത്രപ്രാധാന്യത്തിലേക്ക് കടക്കാനും സമയമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പല മട്ടിൽ ഇൻറ്റൻസീവും ലോ ഇൻറ്റൻസിറ്റി യുദ്ധങ്ങൾ അല്ലെങ്കിൽ യുദ്ധം ഏത് സമയം പൊട്ടിപ്പുറപ്പെടാവുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കലാശിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചെറിയ ചില മിസ്കാൽക്കുലേഷൻസ് മതി ഒരു യുദ്ധം മഹായുദ്ധമായി മാറാൻ, മഹായുദ്ധമല്ല ലോകയുദ്ധമായി മാറാൻ. ഇപ്പോൾ പണ്ട് തന്നെ ഒരു റഷ്യൻ ന്യൂക്ലിയർ സബ്മറൈനിൽ ഒരു തെറ്റായ സന്ദേശം ആ ന്യൂക്ലിയർ സബ്മറൈൻ നിയന്ത്രിച്ചിരുന്ന സൈനികന് കിട്ടിയപ്പോൾ അദ്ദേഹം 4 പ്രാവശ്യമല്ല 1000 വട്ടം ആലോചിച്ചു പറഞ്ഞു, ആ ബട്ടൺ അമർത്തിയില്ല, അല്ലെങ്കിൽ നേരെ അമേരിക്കയിലേക്ക് മിസൈൽ പോകുമായിരുന്നു, യുദ്ധം തുടങ്ങുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആവാം. പക്ഷേ ട്രോട്സ്കി പറഞ്ഞ ഒരു വാചകം, ലിയോൺ ട്രോട്സ്കി പറഞ്ഞ ഒരു 2 വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ട്രോട്സ്കി പറഞ്ഞത് ഇങ്ങനെയാണ്: യു മെ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ വാർ, യു മെ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ വാർ, ബട്ട് വാർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യു. അതിന് നമുക്ക് കുറച്ചുകൂടി തിരുത്താം: യു മെ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ വാർ, ബട്ട് imperialism led by America, imperialism is always interested in war. അതുകൊണ്ട് ലോകത്ത് സാമ്രാജ്യത്വ യുക്തിയും ആ യുക്തിയെ ആവഹിക്കുന്ന അമേരിക്കയിലെ അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലെ മറ്റേത് രാജ്യത്തിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും വ്യാവസായിക സൈനിക സമുച്ചയവും എന്ന് യുദ്ധ വ്യഗ്രത നിർത്തുന്നുവോ അല്ലെങ്കിൽ ആ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സാണ് അമേരിക്ക ഭരിക്കുന്നത്. അവർ യുദ്ധ താല്പര്യം ഒരിക്കലും അവസാനിപ്പിക്കില്ല. അപ്പോഴൊക്കെ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ ആയുധങ്ങൾ പ്രദർശിപ്പിക്കാൻ, എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയ വേദികളാണ് യുദ്ധവേദികൾ. അതുകൊണ്ട് യുദ്ധങ്ങളെ പെരുപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഈ സാമ്രാജ്യത്വത്തിൻ്റെ ഇന്നത്തെ ലോക മുതലാളിത്തത്തിൻ്റെ അനിവാര്യതയാണ്. അത് എങ്ങനെ അവസാനിക്കും എന്നുള്ളത് നമ്മുടെ കാലത്ത് കണ്ട് തന്നെ തീരുമാനിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി എല്ലാവർക്കും.